ഒരു വലിയ വാർത്താ വിസ്ഫോടനത്തിന്റെ പകൽ ആണ് ഇന്ന്. പോലീസിനെതിരെ, അതും ആഭ്യന്തര വകുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ADGP MR അജിത് കുമാറിനെതിരെ ആഞ്ഞടിച്ച് ഭരണകക്ഷി MLA PV അൻവർ. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഭരണകക്ഷി MLA PV അൻവർ. അജിത് കുമാർ മന്ത്രിമാരുടെ ഫോൺ ചോർത്തുകയാണ്. അതിനുവേണ്ടി SP-യുടെ നേതൃത്വത്തിൽ സൈബർ വിംഗ് പ്രവർത്തിക്കുന്നുണ്ട്. അജിത് കുമാർ നൊട്ടോറിയസ് ക്രിമിനലാണ്. ദാവൂദ് ഇബ്രാഹിമാണ് അജിത് കുമാറിന്റെ റോൾ മോഡലെന്നും PV അൻവർ ആരോപിച്ചു. നമുക്കൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. എനിക്കും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല ചിലതൊക്കെ കേട്ടപ്പോൾ. എന്ന് പറഞ്ഞാൽ ഈ MR അജിത് കുമാറിന്റെ റോൾ മോഡൽ ഒരു പക്ഷേ ദാവൂദ് ഇബ്രാഹിമാണോ എന്ന് സംശയിച്ചു. എനിക്ക് ഫീൽ ചെയ്തതാണ്. ബോംബെ അധോലോകത്തെ ഒരു കാലഘട്ടത്തിൽ നടന്നു. ഇതിപ്പോൾ ലോകം മുഴുവൻ ഇത്തരം ക്രിമിനലിസം ഈ പറയുന്ന ഇതൊക്കെ ഒരു പരിധി വരെ അവസാനിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ, അദ്ദേഹം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ആ ലെവലിലേക്ക് പോണെങ്കിൽ ദാവൂദ് ഇബ്രാഹിമിനെ പോലെയുള്ള അവരുടെ ജീവചരിത്രം പഠിച്ചവനെ സാധിക്കും. അതിൽ അട്രാക്ട് ചെയ്യണം. ഈ പറയുന്ന MR അജിത് കുമാർ ഇവിടെ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട്, കൊലപാതകം നടത്തിച്ചിട്ടുണ്ട്. ഉത്തരവാദിത്തത്തോടു കൂടിയാ പറയുന്നത്. വാദിയും പ്രതിയും നിങ്ങളെ മുമ്പിൽ വരും. അതൊക്കെ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടാണ്. അതിനു പുറമെ മാമി എന്ന് പറയുന്ന കോഴിക്കോടത്തെ ഒരു കച്ചവടക്കാരൻ ഒരു വർഷമായി കാണാതായിട്ട്. കൊണ്ടുപോയി കൊന്നതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേസ് എവിടെ എത്തിയിട്ടില്ല, അനങ്ങിയിട്ടില്ല. അത് അനങ്ങൂല. അതും ഈ സംഘവുമായി ബന്ധപ്പെട്ട് വേറെ വിഷയമാണ്. ഒരുപാട് ഇവരുടെ ഈ പറയുന്ന എയർപോർട്ടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങളിൽ ഈ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട പലരെയും പല സ്ഥലത്ത് ഇവർ കുടുക്കിയിട്ടുണ്ട്. ഒരു പ്രത്യേക സംവിധാനം തന്നെ ഒരുക്കിയിട്ടുണ്ട് സൈബർ സെല്ലിൽ. എല്ലാ മന്ത്രിമാരെയും ഫോൺ കോളുകൾ ചോർത്തുന്നുണ്ട്. എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരുടെയും ഫോൺ കോൾ അവിടെ ചോർത്തുന്നുണ്ട്. ഈ നിൽക്കുന്ന പത്രക്കാരായ നിങ്ങളുടെയും ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഫോൺ കോൾ ചോർത്തുന്നുണ്ടാവും. സൈബർ സെല്ല് പ്രവർത്തിക്കുന്നത് ഈ രാജ്യത്തെ ക്രൈം അന്വേഷിക്കാനല്ല. സൈബർ സെല്ല് പ്രവർത്തിക്കുന്നത് ഈ നാട്ടിലെ മന്ത്രിമാരുടെയും പാർട്ടി പ്രവർത്തകരുടെയും നേതാക്കളുടെയും സമൂഹത്തിലെ ഉന്നതരുടെയും പത്രമാധ്യമ പ്രവർത്തകരുടെയും ഒക്കെ അവരുടെ പരിപാടി എന്താണെന്ന് അറിയാനാണ്. അപ്പൊ അതിൽ ചെറിയൊരു വിശ്വാസക്കുറവ് വന്നു. ആർക്ക്? MR അജിത് കുമാറിന്. അത് കൈകാര്യം ചെയ്യുന്നത് വേറൊരു ഓഫീസറാ, പേര് പേര് പറയുന്നില്ല. മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. കേരള ചരിത്രത്തിൽ ഇന്നോളം ഇല്ലാത്ത സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലാണ് CPM-ന്റെ MLA ആയ PV അൻവർ സംസ്ഥാനത്തെ പോലീസ് സംവിധാനത്തെക്കുറിച്ച്, സംസ്ഥാനത്തെ പോലീസ് സംവിധാനത്തിന്റെ നിയന്ത്രകനെക്കുറിച്ച് ഉന്നയിച്ചിരിക്കുന്നത്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, താങ്കൾ ആഭ്യന്തരമന്ത്രി ആയിരുന്ന ആളാണ്. ഇവിടെ PV അൻവർ എന്ന CPM MLA ആരോപിക്കുന്നത് കേരള പോലീസിൽ ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റ് ഉണ്ട്. അവർ സ്വർണ്ണക്കടത്ത് നടത്തുന്നു, കൊലപാതകങ്ങൾ ചെയ്യിക്കുന്നു. അതിന്റെ തലപ്പത്ത് MR അജിത് കുമാറാണ് എന്നുള്ളതാണ്. MR അജിത് കുമാർ നമുക്കറിയാം ക്രമസമാധാനത്തിന് ചുമതലയുള്ള ADGP എന്നതിലുപരി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വലം കൈയാണ്. ആ ഉദ്യോഗസ്ഥനെതിരെ CPM MLA തന്നെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഒരു മുൻ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ, പോലീസിനെ മനസ്സിലാക്കിയിട്ടുള്ള ആൾ എന്നുള്ള നിലയിൽ താങ്കൾക്ക് വിശ്വാസയോഗ്യമാണോ അത്? യഥാർത്ഥത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയിലെ സമുന്നതരായ നേതാക്കന്മാർക്ക് പോലും, അവരുടെ നിയമസഭാ അംഗങ്ങൾക്ക് പോലും ഇന്നത്തെ പോലീസ് നയത്തെക്കുറിച്ച് ഡിഫെൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. അവരതിനെ ഡിസോൺ ചെയ്യുന്നു, കൈ കഴുകുന്നു. അവർ പറയുന്നത് ദുരൂഹമായ സാഹചര്യങ്ങൾ സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്നാണ്. ക്രിമിനൽ കേസുകൾ നടക്കുന്നു, കൊള്ള നടക്കുന്നു, കൊലപാതകത്തിന് കൂട്ടുനിൽക്കുന്നു, നാട്ടിൽ അനിശ്ചിതത്വം ഉണ്ടാക്കുന്നു. ഇതെല്ലാം പോലീസ് ചെയ്താൽ പിന്നെ കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്നുള്ളതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ വളരെ വളരെ മോശപ്പെട്ട രൂപത്തിലേക്ക് പോവുകയാണ്. ഈ കാര്യങ്ങൾ ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഏതോ കൂട്ടിൽ ഒളിപ്പിച്ചു വെച്ചു എന്നുള്ളതുപോലെ തന്നെയാണ്. സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി അവർ മുന്നോട്ട് വരുന്നില്ല. അവർ സ്വതന്ത്രമായി പ്രവർത്തിച്ചെങ്കിൽ മാത്രമല്ലേ ജനങ്ങൾക്ക് അവരുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം കിട്ടും. ഈ അടുത്ത കാലത്തുണ്ടായ സംഭവങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ശ്രീ അൻവർ ഇങ്ങനെ ഒരു നിലപാടെടുത്തത് എന്ന് ഞാൻ കണക്കാക്കുകയാണ്. തീർച്ചയായും നടക്കുമോ
എന്നുള്ളതാണ് ഇന്നേ വരെ ഉണ്ടാകാത്ത വിധത്തിലുള്ള ഏറ്റവും മോശം. എൻ്റെ സംശയം ഇങ്ങനെയൊക്കെ നടക്കുമോ? അപ്പോൾ പോലീസിൻ്റെ തലപ്പത്ത് ഒരാൾ ഇരുന്ന് നിയന്ത്രിച്ച് പോലീസ് കസ്റ്റംസുമായി ചേർന്ന് സ്വർണം കടത്തുന്ന ആളുകളിൽ നിന്ന് സ്വർണം പൊട്ടിക്കുക, അതിൻ്റെ ലാഭം പങ്കിട്ടെടുക്കുക, ബുദ്ധിമുട്ടുള്ള ആളുകളെ കൊന്നുകളയുക, പോലീസിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഞെട്ടലാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെയൊക്കെ നടക്കുമോ? യഥാർത്ഥത്തിൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന കാര്യങ്ങളിലേക്ക് കേൾക്കുന്നത്. അതിനോടനുബന്ധമായ ചില സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് ഇറക്കുക, പിന്നെ അത് പൊട്ടിച്ചെടുക്കുക, അതിനകത്തുനിന്ന് സ്വർണം കൊണ്ടുപോകുക, അവർക്കെതിരെ കേസില്ലാതെ വരിക, ഇങ്ങനെ ഒരു ചെയിൻ ഓഫ് ക്രിമിനൽ ആക്ടിവിറ്റി നമ്മുടെ നാട്ടിൽ നടക്കുകയല്ലേ. ഇപ്പോൾ അൻവർ പറയുന്നത് അതിൻ്റെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റിൽ തന്നെയാണെന്നാണ്, പോലീസിൻ്റെ തലപ്പത്ത് തന്നെയാണ് എന്നാണ്. അതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ? ഒരിക്കലും നമുക്ക് ആവർത്തിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വളരെ ഗൂഢസംഘം നമ്മുടെ പോലീസിൽ പ്രവർത്തിക്കുന്നു, നമ്മുടെ ഭരണത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു എന്നല്ലേ അൻവർ പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ആരും മിണ്ടുന്നില്ലല്ലോ. ഇവിടെ പ്രതികരിക്കേണ്ട ആളുകൾ പോലും അക്ഷരം മിണ്ടുന്നില്ല. മുഖ്യമന്ത്രി മിണ്ടുന്നില്ല, അദ്ദേഹത്തിന് താഴെയുള്ള ആളുകൾ പറയുന്നില്ല, ഹോം സെക്രട്ടറി പറയുന്നില്ല, DGP പറയുന്നില്ല, ഈ കുറ്റാരോപിതനായ പോലീസ് ഉദ്യോഗസ്ഥൻ പോലും അദ്ദേഹവും പറയുന്നില്ല. അതെ. അപ്പോൾ പിന്നെ ഇവിടെ നടക്കുന്നത് എന്താണ്? അവർക്ക് പോലും ഡിഫെൻഡ് ചെയ്യാൻ. അതിൽ ശ്രീ തിരുവഞ്ചൂർ ഇപ്പോഴത്തെ അധികാര സ്ട്രക്ചർ തന്നെ നോക്കൂ. ഇപ്പോൾ DGP ഉണ്ട്, പക്ഷേ DGP എന്നുള്ളത് ആലങ്കാരിക പദവി മാത്രമായിരിക്കുന്നു. ഈ ADGP ആണ് മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് എന്ന് ആരോപണം വരുന്നു. അപ്പോൾ മുഖ്യമന്ത്രിക്ക് താഴെ P ശശി, MR അജിത് കുമാർ, ഈ കോംബോ ഇതാ ഇത്രയും കാലം പ്രവർത്തിച്ചു വരികയായിരുന്നു. അപ്പോൾ ആ കോമ്പിനേഷനെതിരെ CPM-ന്റെ തന്നെ ഒരു MLA ഇവർ മാഫിയ സിൻഡിക്കേറ്റ് ആണ്, അദ്ദേഹം മുഖ്യമന്ത്രിയെയും P ശശിയെയും തൊടുന്നില്ലെങ്കിലും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സിക്യൂട്ടറായിട്ടുള്ള ഇദ്ദേഹത്തെ MR അജിത് കുമാറിനെ പിടിക്കുന്നു, ഇയാൾ ക്രിമിനൽ സിൻഡിക്കേറ്റ് നടത്തുകയാണെന്ന് ആരോപിക്കുന്നു. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഒരു പാർട്ടിക്കകത്തുനിന്ന് തന്നെ ഇങ്ങനെ ഒരു ഭൂകമ്പം ഉണ്ടാവുന്നത് എങ്ങനെയാണെന്നാണ് രാഷ്ട്രീയമായി താങ്കൾ മനസ്സിലാക്കുന്നത്? ക്രിമിനൽ ആക്ടിവിറ്റിയുടെ ഒരു ഷോർട്ട് സർക്യൂട്ട് നമ്മുടെ പോലീസ് വിഭാഗത്തിൽ നടക്കുന്നു എന്ന് തന്നെ വേണം. കാരണം അവരാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അവരാണ് നിയന്ത്രണം കൊടുക്കുന്നത്. അവരുടെ ഏറ്റവും വലിയ ഔദാര്യത്തോടു കൂടി സൗജന്യത്തോടു കൂടിയാണ് ഈ ക്രിമിനൽ ആക്ടിവിറ്റി നടക്കുന്നത്. അതാണ് കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, കേരളം ഒരു അഗ്നിപർവ്വതത്തിൻ്റെ മേളിലാണ്, പൊട്ടിത്തെറിക്കുന്നത് എപ്പോൾ എന്ന് പറയാൻ കഴിയില്ല. അതിൻ്റെ തുടക്കം കുറിച്ചിരിക്കുന്നു അൻവറിലൂടെ. തീർച്ചയായും ഇവിടെ പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്നു, പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെ ഫോൺ ചോർത്തുന്നു, മാധ്യമപ്രവർത്തകരുടെ ഫോൺ ചോർത്തുന്നു. ഇത് മുമ്പും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, മുമ്പ് ഒരിക്കൽ UDF സർക്കാരിൻ്റെ കാലത്ത് അന്നത്തെ UDF കൺവീനർ PP തങ്കച്ചൻ്റെ അഭിമുഖത്തിൽ ഇത് പറയുന്നുണ്ട്. ഒരു പക്ഷേ നടപ്പ് രീതിയായിരിക്കാം. പക്ഷേ ഇവിടെ ഫോൺ ചോർത്തൽ അതിനപ്പുറത്തുള്ള കാര്യങ്ങളിലേക്ക്, ഫോൺ ചോർത്തിയ ആളുകളുടെ നീക്കങ്ങൾ അറിഞ്ഞ് രാഷ്ട്രീയമായ നീക്കങ്ങൾക്ക് മാത്രമല്ല അതിനപ്പുറത്തുള്ള കാര്യങ്ങളിലേക്കും പോകുന്നു എന്നാണ് ഈ ഭരണകക്ഷി MLA തന്നെ പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഫോൺ ചോർത്തുന്നതിന് വേണ്ടി ഒരു അധികാരം പോലീസ് ആക്ട് അനുസരിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥനില്ല. ഫോൺ ചോർത്തണമെന്ന് വരിക ചില ക്രിമിനൽ ആക്ടിവിറ്റി തടയുന്നതിന് വേണ്ടി വിവരങ്ങൾ സംഭരിക്കേണ്ടി വരും. ആ വിവരശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ഫോൺ ചോർത്താൻ ഔദ്യോഗികമായി തീരുമാനിച്ചാൽ അതിന് ചില പെർമിഷൻസ് കൊടുക്കണം. സ്വാഭാവികമായിട്ടും DIG-യിൽ താഴെയല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥൻ റിക്വസ്റ്റ് ചെയ്യണം. ആ റിക്വസ്റ്റ് ഹോം സെക്രട്ടറിക്ക് കൊടുക്കണം. ഹോം സെക്രട്ടറി അത് അനുവദിക്കണം. ഗവൺമെൻറ്റിൻ്റെ പെർമിഷനോട് കൂടി മാത്രം നിശ്ചിതമായ കാലഘട്ടത്തിലേക്ക് ചോർത്താൻ പറ്റും. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് അതല്ല. ഇവിടെ മന്ത്രിമാരുടെ പോലും ഫോൺ ചോർത്തുന്നു എന്ന് പറയുകയാണ്. അവരുടെ എല്ലാ രഹസ്യമായ നീക്കങ്ങളും മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുക്കുന്നു എന്ന് പറയുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ആർക്കും സുരക്ഷിതമല്ലാത്ത അന്തരീക്ഷമാക്കി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു പൊട്ടിത്തെറിയുടെ വക്കിൽ കേരളത്തെ കൊണ്ടുചെന്നെത്തിച്ചതിൻ്റെ ഉത്തരവാദിത്തം ഇവർക്കൊക്കെ തന്നെയാണ്. തീർച്ചയായും ഇപ്പോൾ ഡീപ് സ്റ്റേറ്റ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. സ്റ്റേറ്റിൻ്റെ ഭാഗമായി ഡീപ് സ്റ്റേറ്റ് ഉണ്ടാകാം. പക്ഷേ ഇത് ഡീപ് സ്റ്റേറ്റ് എന്നുള്ളതിനപ്പുറത്ത് ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റ് ഉണ്ടാകുന്നു, അധികാരം കേന്ദ്രീകരിക്കുന്നു, ആ അധികാരം ഉപയോഗിച്ച് ക്രിമിനൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, എതിർക്കുന്ന ആളുകളെ കൊന്നുകളയുന്നു എന്നാണ് PV അൻവർ ആരോപിക്കുന്നത്. കൊന്നതിന് തെളിവുണ്ട് എന്ന് PV അൻവർ എന്ന MLA പറയുകയാണ്. സ്വർണം പൊട്ടിച്ച് കള്ളക്കടത്ത് നടന്നു. ഒരു SP യുടെ ഓഡിയോ താങ്കളും കേട്ടിട്ടുണ്ടാവുമല്ലോ.
സംസ്ഥാന പോലീസിൽ സൂപ്രണ്ട് റാങ്കിലിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഒരു ADGP കുറിച്ച് അവിടെ നടക്കുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവരുടെ നിസ്സഹായാവസ്ഥയെക്കുറിച്ചൊക്കെ തുറന്നു പറയാണ്. താമിർ ജിഫ്രി എന്ന ചെറുപ്പക്കാരൻ എങ്ങനെയാണ് ലോക്കപ്പിൽ കൊല്ലപ്പെട്ടത് എന്നതിനെക്കുറിച്ച് SP തന്നെ പറയുന്ന ശബ്ദം നമ്മൾ കേൾക്കുകയാണ്. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഫോണിലെങ്കിലും രഹസ്യം പറയുമ്പോഴെങ്കിലും ഈ കാര്യങ്ങളൊക്കെ പുറത്തായിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ താഴെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയില്ല. അവരുടെ കൺമുമ്പിലൊരു ക്രിമിനൽ ആക്ടിവിറ്റി കണ്ടാൽ അവർക്ക് കണ്ണടയ്ക്കല്ലാതെ വേറെ മാർഗമില്ല. IPC വ്യവസ്ഥയനുസരിച്ച് കേസുമായി അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ പ്രബലന്മാരായ ഒരാളിനെ കൈവലങ്ങ് വെക്കാൻ സാധ്യമല്ല. അപ്പോൾ ഒരുപറ്റം ആളുകൾ ഇങ്ങനെ കയറൂരി നടക്കുകയാണ്. അവർക്ക് എന്ത് ചെയ്യാമെന്നുള്ള അവസ്ഥ വന്നിരിക്കുകയാണ്. ഇതുപോലെ സത്യം പറഞ്ഞാൽ കൈവിട്ട ഒരു ഏർപ്പാട് കേരള സംസ്ഥാനത്ത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളതായി എനിക്കറിയുകയില്ല. ഈ കാര്യത്തിൽ അന്വേഷണം വേണ്ടേ ശ്രീ തിരുവഞ്ചൂർ? വളരെ ഗുരുതരമായ ആരോപണങ്ങൾ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന രണ്ടാമത്തെ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഉയരുകയാണ്. ഇതിൽ രാഷ്ട്രീയമായ താല്പര്യങ്ങളും മറ്റുമൊക്കെ ആരോപിക്കുന്നവരുണ്ട്. പക്ഷേ ഇതൊക്കെ നടന്നിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനം നിയമപാലകന്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് കാക്കിയിട്ടുകൊണ്ട് ഇത്രയും ക്രിമിനൽ പ്രവർത്തനം നടത്തിയിട്ടുണ്ടോ? അതോ അൻവർ വെറുതെ ഇതിങ്ങനെ ആരോപിക്കുന്നതാണോ? ഇത് പൊതുസമൂഹത്തിന് അറിയണമല്ലോ, നമ്മുടെ കേരളത്തിന് അറിയണമല്ലോ. ഇക്കാര്യത്തിൽ പ്രതിപക്ഷം അന്വേഷണം ആവശ്യപ്പെടുമോ? ഇവിടെ പ്രതിപക്ഷ ഭരണകക്ഷിയുടെ പ്രശ്നമല്ല, കേരളത്തിൻ്റെ പ്രശ്നമാണ്. കാരണം ഇപ്പോഴിതുപോലെ പറഞ്ഞ കാര്യങ്ങൾ ഈ കേരളത്തിൽ നടക്കുകയാണെന്നുവരികിൽ നമുക്ക് കേരളത്തിൽ ആർക്കാ സുരക്ഷിതത്വം? ഭരണകക്ഷി പ്രതിപക്ഷ വ്യത്യാസമില്ലല്ലോ. എല്ലാവരും ഗഡ് പോയിന്റിൽ നിൽക്കുകയാണ്. ആരെപ്പോൾ വെടിയേറ്റ് വീഴും എന്നറിയത്തില്ല. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ അൻവർ തന്നെ ചില ഉദാഹരണങ്ങൾ പറയുകയല്ലേ. അദ്ദേഹം ആവർത്തിക്കുന്ന ഈ ഉദാഹരണത്തിന് ഗവൺമെൻറ് എന്താ മറുപടി പറയാൻ പോകുന്നത്? ഇതാണ് കേരളത്തിൽ നടക്കുന്നത് എന്നുവരികിൽ കേരളത്തിൻ്റെ സുരക്ഷിതത്വം എവിടെ? കേരളത്തിൻ്റെ നിയമസമാധാന പാലനം എവിടെ? എല്ലാം തകർന്ന് മണ്ണടിഞ്ഞിരിക്കുകയാണ്. ഒന്നോ രണ്ടോ ക്രിമിനൽ ആക്ടിവിറ്റിക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ അവരുടെ ഇംഗിതത്തിനനുസരിച്ച് കേരള പോലീസിനെ കൊണ്ടുപോകുന്നു എന്നാണ് ശ്രീ അൻവറിൻ്റെ വിശദീകരണത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഇപ്പോൾ മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്നു എന്ന് പറയുമ്പോൾ ഈ മന്ത്രിസഭയിൽ വിമത പ്രവർത്തനം നടത്താൻ സാധ്യതയുള്ള മന്ത്രിമാർ ആരുമില്ല എന്ന് മാത്രമല്ല 99 MLA-മാരുടെ പിന്തുണയുള്ള സർക്കാരാണ്, സ്റ്റേബിളായ സർക്കാരാണ്. സർക്കാരിനെ ആരെങ്കിലും വീഴ്ത്തുമോ എന്ന സംശയത്തിന് ഇടയില്ല. വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉൾപാർട്ടി രാഷ്ട്രീയം സംഘടിപ്പിക്കാൻ ശേഷിയുള്ള ആരും ഇപ്പോഴില്ല. എന്നിട്ടും ഈ മന്ത്രിമാരുടെയൊക്കെ ഫോൺ ചോർത്തുന്നത് എന്തിനായിരിക്കും? പ്രധാന രാഷ്ട്രീയ നേതാക്കളുടെയും എല്ലാവരെയും ഫോക്കസ് ചെയ്തിരിക്കുന്നു എന്നാണ്. ആരും സുരക്ഷിതരല്ല എന്നൊരു മെസ്സേജ് കൊടുക്കുകയാണ്. എല്ലാവരുടെയും മേളിലൊരു സർവൈലൻസ് നടക്കുന്നു എന്നുള്ള ചിന്തയുണ്ടാക്കുകയാണ്. ഭയപ്പാടാണ് ഏറ്റവും പ്രധാനപ്പെട്ട വികാരം. ആ ഭയപ്പാടിന് കീഴടങ്ങിയിരിക്കണം എന്നുള്ള മെസ്സേജാണ് അതിലൂടെ വരുന്നത്. അതിൻ്റെ എത്രയോ സംഭവങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്, എത്രയോ കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. കേരളം സുരക്ഷിതമല്ലാത്ത ഒരു സംസ്ഥാനമായി മാറി. കേരളം യഥാർത്ഥത്തിൽ ക്രിമിനലുകളുടെ നാടായി മാറിയിരിക്കുന്നു. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. തീർച്ചയായും മുൻ ആഭ്യന്തരമന്ത്രിയാണ് ഇത് പറയുന്നത്. നമ്മുടെ സംസ്ഥാന പോലീസ് സംവിധാനത്തെക്കുറിച്ച് തന്നെ ഇങ്ങനെ ഒരു ആരോപണം വരുന്നു. ബിഗ് ബ്രദർ ഈസ് വാച്ചിങ്. എല്ലാവരെയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മന്ത്രിമാരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, മാധ്യമപ്രവർത്തകരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, രാഷ്ട്രീയ പ്രവർത്തകരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കാണ് ഇത്ര ഇൻസെക്യൂരിറ്റി? ആർക്ക് വേണ്ടിയിട്ടാണ് നിരീക്ഷണം? ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഫോൺ ചോർത്തൽ? ഇതൊക്കെ അറിയാനിരിക്കുന്നുള്ളൂ. വളരെ നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, താങ്കളുടെ പരിമിതമായ സമയത്തും ഞങ്ങളോട് സംസാരിച്ചത്. ഇതൊക്കെ ഇനി കേരളം അറിയാനുണ്ട്. എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു സർവൈലൻസ് സ്റ്റേറ്റ് ആയി കേരളത്തെ മാറ്റിയത്? ആർക്ക് വേണ്ടിയിട്ടാണ്? ആർക്ക് വേണ്ടിയിട്ടാണ് ആളുകളുടെ ഫോണുകൾ ചോർത്തുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് രഹസ്യങ്ങൾ ശേഖരിക്കുന്നത്? ഈ ശേഖരിച്ച വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് എന്ത് ക്രിമിനൽ പ്രവർത്തനമാണ് നടത്തുന്നത്? PV അൻവർ പറയുന്നത് പോലെ ദാവൂദ് ഇബ്രാഹിമിനെ റോൾ മോഡലാക്കി കൊലയും കൊള്ളയും നടത്തുകയാണോ? അതിന് സർക്കാരിന്റെ സംരക്ഷണമുണ്ടോ? അതോ സർക്കാർ ഇത് അറിയാതെ പോവുകയാണോ? സ്വന്തം അടിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ, ഏറ്റവും സുപ്രധാനമായ ചുമതലയിൽ നിയോഗിക്കപ്പെട്ട ആളുകൾ എന്തു ചെയ്യുന്നു എന്നുള്ളത് മുഖ്യമന്ത്രി അറിയാതിരിക്കുകയാണോ? ഇതൊക്കെ കേരളം അറിയാൻ കാത്തിരിക്കുന്ന നിർണായകമായ വിഷയങ്ങളാണ്. കേരള പോലീസിലെ ഉന്നതർക്കെതിരെ സ്ഫോടനാത്മകമായ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു നിലമ്പൂർ MLA PV അൻവർ. ദാവൂദ് ഇബ്രാഹിമിനെ മാതൃകയാക്കുന്ന ഒരു നൊട്ടോറിയസ് ക്രിമിനലാണ് ക്രമസമാധാനത്തിന് ചുമതലയുള്ള ADGP MR അജിത് കുമാർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം. അദ്ദേഹം സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നു തുടങ്ങി ആളുകളെ കൊല്ലിക്കുന്നു എന്നുവരെ CPM-ന്റെ MLA, സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ ചരട് വലിക്കുന്ന ആൾക്കെതിരെ
ആരോപണം ഉന്നയിക്കുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിന് മുകളിൽ ഒരു ബോംബ് വീണ പ്രതീതിയാണ് ഉണ്ടാക്കുക. ഡോക്ടർ ബി ജയരാജ് നമ്മോടൊപ്പം, ഇടതുപക്ഷ സഹയാത്രികൻ, ഒപ്പം മുൻ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ശ്രീ ടി അസഫ് അലിയും നമ്മോടൊപ്പം ഉണ്ട്. ആദ്യം ശ്രീ ജയരാജ്, എന്താണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളത്തിൽ ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റ് ഉണ്ടോ? മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ ആ ക്രിമിനൽ സിൻഡിക്കേറ്റ് വിരാജിച്ചുകൊണ്ടിരിക്കുകയാണോ? ആ ക്രിമിനൽ സിൻഡിക്കേറ്റിന്റെ തലവനാണോ മുഖ്യമന്ത്രിയുടെ വലങ്കൈയായ MR അജിത് കുമാർ? ഇത് ഞാൻ പറയുന്നതല്ല, മാധ്യമങ്ങൾ പറയുന്നതല്ല, പ്രതിപക്ഷം പറയുന്നതല്ല, ഭരണകക്ഷി MLA പറയുന്നതാണ്. ഇതിനകത്ത് അഭിലാഷ്, ഇതിനകത്ത് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, പോലീസ് ക്രിമിനൽ നെക്സസ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന സംഭവമൊന്നുമല്ല. ഇതൊരു തുറന്ന പറച്ചിലുണ്ടാവുന്നത് ആദ്യമായിട്ടാണെങ്കിലും, കാരണം കൂടുതലും പോലീസുകാർ ഇടപെടുന്നത് ക്രിമിനലുകളായിട്ടാണ്. തീർച്ചയായും ജയരാജ്, പോലീസ് ക്രിമിനൽ നെക്സസ് ഉണ്ടാവാം. SIയും ക്വാറി മുതലാളിയും തമ്മിലുള്ള നെക്സസ്, അല്ലെങ്കിൽ ബ്ലേഡ് കമ്പനിക്കാരനുമായിട്ടുള്ള നെക്സസ്, DYSPയും വേറെ ഏതെങ്കിലും മുതലാളിയായിട്ടുള്ള നെക്സസ്, അല്ലെങ്കിൽ കൊട്ടേഷൻകാരനുമായിട്ടുള്ള നെക്സസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് തലപ്പത്താണ്. MR അജിത് കുമാർ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ വലങ്കൈയാണ്. കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്ന ആളാണ്. താക്കോൽ സ്ഥാനത്താണ് ഇരിക്കുന്നത്. താക്കോൽ സ്ഥാനത്തിരിക്കുന്ന ആൾ ക്രിമിനൽ സിൻഡിക്കേറ്റ് നടത്തുന്നു എന്നാണ് CPM MLA പറയുന്നത്. അതാണ് വ്യത്യാസം. ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ. ഇത് ഒന്ന്, PV അൻവറിന്റെ പഴയ പല സ്റ്റേറ്റ്മെന്റുകളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം വളരെ ഇമോഷണലി ക്യാരിഡ് ഓവർ ആവുന്ന ഒരാളാണ്. ഒരുപക്ഷെ PV അൻവർ എന്തെങ്കിലും കേസുമായിട്ട് ഇവരൊക്കെ സമീപിച്ചപ്പോൾ അദ്ദേഹത്തിന് അർഹിക്കുന്ന ഒരു MLA എന്നുള്ള രീതിയിൽ, ഭരണകക്ഷി എന്നുള്ളത് പോട്ടെ, ഒരു MLA എന്നുള്ള രീതിയിൽ ഒരു പരിഗണന പോലും ഒരുപക്ഷെ നൽകിയിട്ടുണ്ടാവില്ല. ഇത് കുറെ അധികം ആവർത്തിക്കുമ്പോഴത്തേക്കും ഇത് പല തലത്തിലും ഇത് പരാതി മുഖ്യമന്ത്രിയുടെ മുന്നിൽ എത്തിക്കാനൊക്കെ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടാവണം. പക്ഷെ ഇതൊന്നും ശ്രമിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ അത്രയധികം ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഒരു അവസരത്തിലായിരിക്കാം ഇദ്ദേഹം ഇത് മാധ്യമങ്ങളുടെ മുന്നിൽ തുറന്നു പറഞ്ഞത്. ഒരു തെളിവുമില്ലാതെ സംസ്ഥാനത്ത് ഏറ്റവും പവർഫുള്ളായ പോലീസുകാരനെതിരെ ഒരു MLA അങ്ങനെ പറയുമോ? ഒരു തെളിവുമില്ലാതെ സംസ്ഥാനത്ത് ഏറ്റവും പവർഫുള്ളായ പോലീസുകാരനെതിരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൈകാര്യം ചെയ്യുന്ന P ശശിക്കെതിരെയും ഒരു ആരോപണം ഉന്നയിക്കാൻ PV അൻവർ തയ്യാറാകുമോ? അദ്ദേഹത്തിന്റെ കയ്യിൽ ഫോൺ സംഭാഷണങ്ങളുണ്ട്. ചില പോലീസ് സൂപ്രണ്ടുമാരുടെ, SP-മാരുടെ ഫോൺ സംഭാഷണങ്ങൾ അൻവറിന്റെ ഫോണിൽ നിന്ന് നമ്മൾ കേൾക്കുകയാണ്. അപ്പോ വെറുതെ പറയുന്നതല്ല. ഒന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, ഇന്ന് പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങുകയാണ്. ഇന്ന് എല്ലാ സംസ്ഥാനത്തും 38,000 ബ്രാഞ്ചുകളിൽ അതിൽ 2,400ഓളം വരുന്ന ലോക്കൽ സമ്മേളനങ്ങൾ, അതിനെ തുടർന്ന് ലോക്കൽ സമ്മേളനങ്ങൾ നടക്കാൻ പോവുകയാണ്. അതിനു മുമ്പാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇന്നലെ സംഭവിച്ചത്. ഒന്ന്, EP-ക്കെതിരെയുള്ള നടപടി, രണ്ട്, ഇന്ന് PV അൻവറിനെ തുറന്നു പറച്ചിൽ. ഇത് രണ്ട് സമ്മേളനങ്ങളുടെ ചർച്ചകളെ ആകപ്പാടെ ബാധിക്കുന്നുള്ളതിനകത്ത് കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നല്ല പൊളിറ്റിക്കൽ ബാക്കിംഗ് ഇല്ലാതെ അൻവർ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുമെന്ന് ഊഹിക്കാനും നമുക്ക് പറ്റത്തില്ല. ആരുടെ പൊളിറ്റിക്കൽ ബാക്കിംഗ് ആണ് ഉണ്ടാവുക PV അൻവറിന്? PV അൻവർ CPM-ന്റെ MLA ആണ്. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, P ശശിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ P ശശിയുടെ അടുത്ത അദ്ദേഹം തന്നെ പറയുന്നുണ്ട് P ശശിക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെന്ന്. അദ്ദേഹമാണ് ചുമതലയുള്ള ആൾ. അപ്പോ പൊളിറ്റിക്കൽ ബാക്കിംഗ് എവിടെ നിന്ന്, ആരുടെ ഭാഗത്തു നിന്ന്? CPM-നകത്ത് തന്നെ തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു മുമ്പും തന്നെ ഇത്തരത്തിലുള്ള വിഭാഗീയത പ്രവണതകളും വിഭാഗീയത രീതികളും ഒക്കെ CPM നേരത്തെ ഉള്ളതാണ്. ഇപ്പൊ അത് ഇടയ്ക്കിടയ്ക്ക് തലപൊങ്ങി വരും, അത് അവസാനിക്കുകയും ചെയ്യും. അതിന്റെ ഭാഗമായിട്ട് ചില ബാക്കിങ്ങുകൾ ഉണ്ടായി കാണും. അപ്പൊ ഈസിലി ഇമോഷണലി ക്യാരിഡ് എവേ ആവുന്ന PV അൻവറിനെ ഉപയോഗിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വായിച്ചെടുക്കാം. എന്താണ് വാസ്തവം എന്നുള്ളത് അന്വേഷണം നടക്കണം. പ്രത്യേകിച്ച് വളരെ അന്വേഷണം നടക്കണമെന്ന് പറയുമ്പോൾ ശ്രീ B ജയരാജ്, ആർക്കെതിരെ ആരോപണം എന്നുള്ളത് പ്രധാനമാണ്. നോക്കൂ, കേരളത്തിലെ പോലീസിലെ സംവിധാനവും കസ്റ്റംസുമായി ചേർന്ന് സ്വർണം പൊട്ടിക്കൽ നടത്തുകയാണ്. സ്വർണ്ണം കള്ളക്കടത്ത് നടത്തി കൊണ്ടുവരുന്ന ആളുകളിൽ നിന്ന് സ്വർണം പൊട്ടിച്ച് പൈസ പങ്കിടുകയാണ്. സ്വർണ്ണ കള്ളക്കടത്തിലെ 60% വിഹിതം കേരള പോലീസിലെ ഒരു വിഭാഗം എടുക്കുകയാണ്, അല്ലെങ്കിൽ ഇത് നടത്തുന്ന ആളുകൾ എടുക്കുകയാണ്. കൊല്ലിക്കൽ നടക്കുന്നു, കൊലകൾ നടത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് കേവല രാഷ്ട്രീയ വാദങ്ങൾക്കപ്പുറത്ത്, അല്ലെങ്കിൽ ഇന്ന ആളുടെ ആൾ എന്നുള്ളതിനപ്പുറത്ത് വളരെ ഗുരുതരമായ ക്രിമിനൽ ഒഫൻസുകളാണ് അൻവർ ആരോപിക്കുന്നത്. അൻവർ ആരോപിച്ചതൊക്കെ തെറ്റാണെങ്കിൽ അൻവർ നടപടിക്ക് വിധേയനാകണമല്ലോ. അല്ല, അൻവർ ആരോപിച്ചതൊന്നും തെറ്റാവാൻ സാധ്യതയില്ല. കാര്യം ഇതുവരെ കേട്ടിട്ടുള്ള വാർത്തകളൊക്കെ അതിന് ശരിവെക്കുന്നതാണ്. നേരത്തെ തന്നെ സ്വർണം പൊട്ടിക്കൽ വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്, മലബാർ മേഖലയിൽ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടെന്ന് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഇങ്ങനെ പോലീസിന്റെ ഒരു ഇടപെടൽ, ഇത്രയധികം ഇടപെടലില്ലാതെ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നും സാമാന്യ ബുദ്ധിയുള്ള ആർക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അല്ലെങ്കിൽ കേരള പോലീസിനെ പോലെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പോലീസ് ഉള്ളപ്പം കേരളത്തിലെ സംസ്ഥാനത്തിനകത്ത് ഇത്തരം ഒരു സംവിധാനമൊന്നും, സമാന്തര നെറ്റ്വർക്കും സമാന്തര ക്രിമിനൽ നെക്സസും ഒന്നും നടക്കത്തില്ല എന്ന് സാധാരണഗതിയിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ സാധാരണ നിലയിൽ അറിയുന്ന കാലം എന്ന് പറയുമ്പോൾ നമ്മൾ പരമാവധി ഒരു DYSP റാങ്കിൽ, അല്ലെങ്കിൽ ഒരു SI ഇവരൊക്കെ, അല്ലെങ്കിൽ CI ഇവരൊക്കെ ചിലപ്പോൾ ആരെങ്കിലും,
ഞാൻ പറയുന്ന എല്ലാവരും അല്ല, വല്ല ആളുകളും ഒരു പക്ഷേ ഏതെങ്കിലും ക്രിമിനലുകളുമായി നെക്സസ് ഉണ്ടാക്കാം എന്നൊക്കെ ഊഹിക്കാം. പക്ഷെ ഒരു ADGP എന്ന് പറഞ്ഞാൽ വെറും ADGP അല്ല, ക്രമസമാധാന ചുമതലയുള്ള സംസ്ഥാന പോലീസിനെ നിയന്ത്രിക്കുന്ന നിയന്ത്രണാധികാരമുള്ള ADGP ഇതിന്റെ ഭാഗമാണ് എന്ന ആരോപണം വരുമ്പോൾ സർക്കാർ അതിനെ രാഷ്ട്രീയമായി വിശദീകരിക്കേണ്ടി വരില്ലേ? ആരാണ് കേരളം ഭരിക്കുന്നത്? പിണറായി വിജയനല്ലേ? തീർച്ചയായിട്ടും ഇതിന് ഉത്തരം പറയേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ്. മുഖ്യമന്ത്രിക്ക് തന്നെയാണ് ഇതിന്റെ മുഖ്യമന്ത്രിക്ക് കവചം തീർക്കുന്നു എന്നൊക്കെ പറയുന്ന മുഖ്യമന്ത്രി കുഴിയിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്തൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നതും ഇത് എയിം ചെയ്യുന്നത് മുഖ്യമന്ത്രിയെ തന്നെയാണെന്നുള്ള കാര്യം ഉറപ്പാണ്. കാര്യം മുഖ്യമന്ത്രിയാണല്ലോ ഇതിന് മറുപടി പറയേണ്ടത്. P. ശശി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. സമാനമായ ഇത്തരം ഒരു അനുഭവത്തിലാണ് ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ള ആളാണ് സരിതയുമായിട്ട് സംസാരിച്ചെന്നുള്ളതിൽ കേരളത്തിൽ ഒട്ടനവധി വിവാദങ്ങൾ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാകുമ്പോൾ അത് P. ശശിയെ പോലുള്ള മുതിർന്ന നേതാവിനെതിരെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ഒരാള് ഇതുപോലെ ദാവൂദ് ഇബ്രാഹിമിനെ വെല്ലുന്ന ഒരു ക്രിമിനലുമായിട്ട് അല്ലെ ക്രിമിനൽ പോലീസുകാരനായിട്ട് അല്ലെ ഒരു പോലീസ് മേധാവിയായിട്ട് ഒത്തുചേർന്നിട്ട് പല പരിപാടികളും പങ്ക് കച്ചവടമൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അതിന്റെ ഉത്തരം പറയുന്ന മുഖ്യമന്ത്രി എന്തായാലും ചെയ്യുന്നത് ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉറങ്ങുകയായിരുന്നോ എന്നൊക്കെയുള്ള പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് മുമ്പിൽ ഉത്തരമുട്ടുക തന്നെ ചെയ്യും. അത്തരം ചോദ്യങ്ങൾ ഇരിക്കും. അത് ചോദ്യം പൊതുസമൂഹവും ചോദിച്ചുകൊണ്ടിരിക്കും, എന്താണ് ഇവിടെ നടക്കുന്നത്, എന്താണ് ഈ കേരളത്തിൽ നടക്കുന്നത്? ഒരു ADGPക്കെതിരെ ഒരു MLA വെറുതെ ഇങ്ങനെയൊക്കെ പറയുമോ? വെറുതെ പറഞ്ഞതാണെങ്കിൽ അത് വേറെ വിഷയമാണ്. അഡ്വക്കേറ്റ് T. ആസഫ് അലി, VD സതീശൻ കണ്ടെയ്നറിൽ നോട്ടുകെട്ടുകൾ കൊണ്ടുവരുന്നു എന്നാരോപിച്ച നിയമസഭയിൽ പറഞ്ഞ ആളാണ് PV അൻവർ. ആ ആരോപണം അന്വേഷിച്ചതിലടക്കം കുഴപ്പമുണ്ട് എന്നുള്ളതാണ് അൻവറിന്റെ പക്ഷം അല്ലെങ്കിൽ ആക്ഷേപം. ഇപ്പോൾ വളരെ ഗുരുതര സ്വഭാവത്തിലുള്ള ദാവൂദ് ഇബ്രാഹിമിനെ പോലെ എന്നൊക്കെയുള്ള ആരോപണം വരുമ്പോൾ അത് ഉണ്ടയില്ല വെടിയാകുമോ, അല്ലെങ്കിൽ അങ്ങനെ ആകാൻ സാധ്യതയുണ്ടോ? മുൻ അനുഭവങ്ങളിൽ നിന്ന് അൻവർ ഉണ്ടയില്ല വെടി വെച്ചതും ആയിക്കൂടെ? ഈ അൻവർ പറഞ്ഞിരിക്കുന്നത് നോട്ട് ബിക്കോസ് ഓഫ് അൻവർ, പക്ഷെ ആ പറഞ്ഞിരിക്കുന്ന കണ്ടൻസും നമ്മുടെ നാട്ടിൽ നടന്ന ചില സംഭവങ്ങൾ കൂട്ടിയോജിച്ച് വായിക്കുമ്പോൾ എല്ലാം സത്യമാണെന്ന് ബോധ്യപ്പെടും. ശരിക്കും ഈ ഭരണത്തിന്റെ സ്ഥിരാകേന്ദ്രത്തിൽ പോലീസിന്റെ തലപ്പത്ത് ഇങ്ങനെ ഒരു വ്യക്തി നമ്മുടെ നാട്ടിലെ ടെററിസ്റ്റ് ആക്ടിനെ എല്ലാം പരിപോഷിക്കുന്ന രീതിയിൽ 2 കോടി രൂപ കൈക്കൂലി വാങ്ങിയിരിക്കുന്നു. തൃശൂർ പൂരം കലക്കാൻ ഈ ഉദ്യോഗസ്ഥനാണ് അതിന്റെ സൂത്രധാരകൻ. ഒരു BJPക്ക് ഇവിടുന്ന് ജയിച്ചു പോകാൻ അതൊരു എലക്ഷൻ കറപ്റ്റ് പ്രാക്ടീസ് ആണ് ഒന്ന്. പിന്നെ ഒരു മതവിഭാഗത്തിന്റെ ഒരു വലിയ ചടങ്ങിനെ അടിച്ച് പൊളിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ഇദ്ദേഹമാണ് അതിന്റെ ചരട് വലിച്ചത് എന്ന് പറയുമ്പോൾ അക്കോർഡിംഗ് ടു മീ ദിസ് ഈസ് എ സ്റ്റേറ്റ് സ്പോൺസേർഡ് ടെററിസത്തിനാണ് ഈ ADGP ചുക്കാൻ പിടിച്ചിരിക്കുന്നത്. ഇത് വളരെ വെരി സീരിയസ് ആയ ഒരു പ്രശ്നമാണ്. അത് സർക്കാരിനത് ആര് പറഞ്ഞു എന്നുള്ളതെല്ലാം ഞാൻ ചോദിക്കട്ടെ. ഈ കള്ളക്കടത്തിൽ നിന്നെല്ലാം പണം പറ്റുന്ന ഒരു വിദ്വാനാണ് ഇവിടുത്തെ ലോ ആൻഡ് ഓർഡറിന്റെ ചുമതല എന്ന് പറഞ്ഞാൽ UAPA ചുമത്തേണ്ട കേസാണ്. ആ കേസിലെല്ലാം പങ്കുവഹിച്ചിരിക്കുന്നത് ഒരു ADGP ലോ ആൻഡ് ഓർഡർ ആണെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് സ്പോൺസേർഡ് ടെററിസമാണ് ഈ ഭീകരപ്രവർത്തനം. നമുക്കറിയാലോ, സ്വപ്ന സുരേഷ് ഒരു വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ ആ സ്വപ്ന സുരേഷിനുമായി മധ്യസ്ഥം വഹിക്കാൻ ഒരു മധ്യവർത്തിയായി പ്രവർത്തിച്ചത് ഈ ഉദ്യോഗസ്ഥനാണെന്ന് അന്ന് തന്നെ പുറത്തു വന്ന വിവരമാണ്. ആ സംഭവവും PV അൻവറിന്റെ വെളിപ്പെടുത്തൽ കൂട്ടി വായിക്കുമ്പോൾ അത് സത്യമാണെന്ന് എല്ലാ രീതിയിലും തെളിയിക്കപ്പെടുന്നു. അല്ല, ഇതില് ഒരു ADGPക്ക് മാത്രമായി ഇതൊക്കെ ചെയ്യാൻ കഴിയുമോ? ADGPക്ക് ഒരു പൊളിറ്റിക്കൽ ബാക്കിംഗും ഇല്ലാതെ ഇത് ചെയ്യാൻ കഴിയുമോ? മന്ത്രിമാരുടെ ഫോണുകൾ ചോർത്തുന്നു, അത്രേ ആരോപണമാണ്. മന്ത്രിമാരുടെ ഫോണുകൾ ചോർത്തുന്നു, മാധ്യമ പ്രവർത്തകരുടെ ഫോണുകൾ ചോർത്തുന്നു, രാഷ്ട്രീയ പ്രവർത്തകരുടെ ഫോണുകൾ ചോർത്തുന്നു. ഇതൊക്കെ ഒരു സെല്ലുണ്ടാക്കി അതിനൊരു SP-യുടെ ചുമതല കൊടുത്ത് ഇങ്ങനെ ഒരു സർവൈലൻസ് സ്റ്റേറ്റ് ആക്കി കേരളത്തെ മാറ്റിയിരിക്കുകയാണ് എന്ന് PV അൻവർ ആരോപിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ആഫീസിനെ ചുറ്റിപ്പറ്റി ഒരു വലിയ ടെററിസ്റ്റ് ഗാങ്ങിനെയാണ് ഈ ADGP വളർത്തിയിരിക്കുന്നത്. അപ്പൊ എല്ലാ അധികാരവും തങ്ങളിലേക്ക് കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ എതിരാളി എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് ഇത് ഇഷ്ടമില്ലാത്ത സ്വന്തം പാർട്ടിയിലെ ആളുകൾ വരെ പൊളിറ്റിക്കലി എനിഹിലേറ്റ് ചെയ്യാൻ, ഇല്ലായ്മ ചെയ്യാൻ അവരെ എല്ലാ രീതിയിലും ഇവർ ദ്രോഹിച്ചു തുടങ്ങിയിരിക്കുന്നു. അപ്പൊ ഇവരെയാണ് പോലീസിന്റെ തലപ്പത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ പോലീസിന്റെ സ്ഥിതി എവിടെ എത്തുമെന്ന് നമ്മൾ ഊഹിക്കാവുന്നതാണ്. മുഖ്യമന്ത്രിക്ക് കുറെ ദിവസം മൗനിയായി നിൽക്കാൻ പറ്റുമോ? ഹി മസ്റ്റ് ബി ഡിസ്മിസ്ഡ് ഫ്രം സർവീസ്. അയാളെ സർവീസ് നീക്കം ചെയ്യേണ്ടതാണ്. ഒരു കുറ്റകൃത്യത്തിന് ഒരു ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള ഇത്തരം സീരിയസ് ആയ കുറ്റകൃത്യം, ഈ ക്രിമിനൽ ആക്ട് ഓഫ് സീരിയസ് നേച്ചർ, ടെററിസ്റ്റ് നേച്ചർ, കറപ്ഷൻ, ഇതെല്ലാം ഞാൻ ചോദിക്കട്ടെ. തൃശൂർ പൂരം കലക്കിയത് BJP ആയിട്ടുള്ള ഒരു നെക്സസിന്റെ ഭാഗമാണ്. അവിടെ ഒരു എന്താണ് അൻവർ പറഞ്ഞത് നമ്മൾ കണ്ടതല്ലേ? അൻവർ പറഞ്ഞൊരു ഇല്ലാത്ത സംഭവമല്ലല്ലോ. തൃശൂർ പൂരം കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്ത് കേരളത്തിലെ എല്ലാ മതവിഭാഗത്തിലെയും പ്രതീക്ഷയോടുകൂടി നടക്കുന്ന ഒരു ചടങ്ങാണ് തൃശൂർ പൂരം.
ദാറ്റ് ഈസ് നോട്ട് എ റിലീജിയസ് ഫംഗ്ഷൻ. അതിനെയാണ് അടിച്ച് പൊളിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ഒരു പോലീസുകാരന്റെ ഒരു പോലീസ് തലപ്പത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഉപയോഗിച്ചു. ആരുപയോഗിച്ചു? പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്. അല്ല, ഇത് അതിന്റെ താല്പര്യം എന്തായിരിക്കും ശ്രീ ആസഫ് അലി? ഇവിടെ പല ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഡാൻസ് ഓഫ് സംഘം അവർ കള്ളക്കടത്തിന് ഉപയോഗിക്കപ്പെടുന്നു എന്ന്. ഒരു ചെറുപ്പക്കാരനെ താനൂരിൽ ഇടിമുറിയിലിട്ട് ലോക്കപ്പിലിട്ട് കൊന്നുകളഞ്ഞു. ഇപ്പോൾ പോലീസ് SP തന്നെ, പോലീസ് സൂപ്രണ്ട് തന്നെ സംസാരിച്ച ഓഡിയോ അൻവർ കേൾപ്പിക്കുകയാണ്. പറ്റിപ്പോയതാണത്രേ, 2 പാക്കറ്റ് MDMA വിഴുങ്ങിയത്രേ, അങ്ങനെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചല്ല, തല്ലി പറയിപ്പിക്കാൻ നോക്കിയപ്പോൾ മരിച്ചുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ക്രിമിനൽ ആക്ടിവിറ്റികൾ പോലീസുകാർ തന്നെ പറയുന്നതിന്റെ ഓഡിയോ അൻവർ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് വാട്ട് ഐ വുഡ് സേ. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, സ്റ്റേറ്റ് സ്പോൺസേർഡ് ടെററിസ്റ്റ് ആക്ട് ആണിത്. ഞാനിത് വെറുതെ പറഞ്ഞതല്ല. പോലീസിനെ ഉപയോഗിച്ച് രാജ്യത്ത് നടക്കുന്ന ഇത്രയും സീരിയസ് ആയ ക്രിമിനൽ ആക്ടിവിറ്റി സ്റ്റേറ്റ് നടത്തുന്നതാണ്. സ്വന്തം താല്പര്യങ്ങൾ, രാഷ്ട്രീയ താല്പര്യങ്ങൾ, വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ചുറ്റിപ്പറ്റി നടത്തുന്ന ഒരു ടെററിസ്റ്റ് ആക്ട് ആണ്. കള്ളക്കടത്ത് UAP അനുസരിച്ച് കള്ളക്കടത്ത് ടെററിസ്റ്റ് ആക്ട് ആണ്. തൃശൂർ പൂരം അടിച്ചു തകർത്തത് അത് ടെററിസ്റ്റ് ആക്ട് ആണ്. അതൊരു ചെറിയ സംഭവമല്ല. അത് സാധാരണക്കാരന് ഒരു പെട്ടെന്നൊരു ഇമോഷന്റെ പേരിൽ അടിപിടിയോ ലോ ആൻഡ് ഓർഡർ പ്രശ്നമല്ല ഇത്. സർക്കാർ പോലീസ് മെഷീനറി ഉപയോഗിച്ച്, ഭരണതന്ത്രം ഉപയോഗിച്ച് തങ്ങളും BJPയും തമ്മിലുണ്ടാക്കിയിരിക്കുന്ന ഒരു അവിഹിതമായ ബന്ധത്തിന്റെ നേട്ടങ്ങൾ, രാഷ്ട്രീയ നേട്ടങ്ങൾ എതിരാളിക്ക് ലഭിക്കാൻ വേണ്ടി പോലീസിനെ ഉപയോഗിച്ച് നടത്തിയിരിക്കുന്ന ഒരു ടെററിസ്റ്റ് ആക്ട് ആണത്. That cannot be trivialized. അതിനെ നിസ്സാരവൽക്കരിക്കാൻ പറ്റില്ല. മുഖ്യമന്ത്രിക്കും CPM അത് എന്തെങ്കിലും അത് മറുപടി പറയുകയും നടപടി എടുക്കുകയും ചെയ്തില്ലെങ്കിൽ ഇറ്റ്സ് എ വെരി സീരിയസ് തിങ്. അല്ല, ഇത് സർക്കാരിൽ നിന്ന് തികച്ചും വ്യതിരിക്തമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. നോക്കൂ, ഇപ്പോൾ അൻവർ തന്നെ ഉന്നയിച്ച ഒരു ആരോപണം, സർക്കാരിനെതിരെയും പിണറായി വിജയനെതിരെയും കടന്നാക്രമണം നടത്തുന്ന ചില മാധ്യമ പ്രവർത്തകരോട് ഈ ADGPക്കും അദ്ദേഹത്തിന്റെ സിൻഡിക്കേറ്റിനും അടുത്ത ബന്ധമുണ്ട്, അല്ലെങ്കിൽ അവർ തമ്മിൽ ഇടപാടുകളുണ്ടെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. അപ്പോൾ സർക്കാരിനെ ആക്രമിക്കുന്നവർ എങ്ങനെയാണ് സർക്കാരിന്റെ വലങ്കൈയായിട്ടുള്ള ADGPയുമായി ബന്ധം വെക്കുക എന്ന് എനിക്കറിയില്ല. അപ്പോൾ അൻവർ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ അല്ലയോ എന്നറിയില്ല. പക്ഷേ നോക്കൂ, എന്താണ് ഇത് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന അത്ഭുതമാണ് ജനങ്ങൾക്കുണ്ടാവുന്നത്. അൻവറിന്റെ വെളിപ്പെടുത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്ന എന്താ? ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ബന്ധപ്പെട്ട ഒരു ക്രൈം സിൻഡിക്കേറ്റ് ഹെഡഡ് ബൈ എൻ ADGP ലോ ആൻഡ് ഓർഡർ, ആ ക്രൈം സിൻഡിക്കേറ്റ് ആണ് ഇത് മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഇമാജിൻ എന്റെ സീരിയസ്നെസ്. ഇത് മുഖ്യമന്ത്രിയുടെ പാട്രണേജ് ഇല്ലാണ്ട് നടക്കുവോ? മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അല്ലേ ഇതിന്റെ നേതൃത്വം എന്ന് അൻവർ തന്നെ പറയുന്നത്. അപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്രൈം സിൻഡിക്കേറ്റ് ആണ് നമ്മുടെ രാജ്യത്ത് കള്ളക്കടത്തിന്, MDMA, മയക്കുമരുന്നിന്, ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്നത് രാഷ്ട്രീയ എതിരാളികളെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി. ഇതൊക്കെ എന്താണ് കേരളമെന്നല്ല, ഇത് ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിലും ഇതുപോലുള്ള സംഭവം നടന്നിട്ടുണ്ടാവില്ല. ഈ ക്രൈം സിൻഡിക്കേറ്റ് പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഇവരെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നത്, അതുകൊണ്ടാണ് ഇവരെ എല്ലാ രീതിയിലും പരിരക്ഷിക്കപ്പെടുന്നത്, അതുകൊണ്ടാണ് ഇവർ ഈ അധികാരമാണ്. ജനങ്ങൾക്ക് ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട പോലീസിനെ ജനങ്ങളിൽ ആളുകളെ ഇല്ലായ്മ ചെയ്യുവാൻ, തങ്ങൾക്ക് പണമുണ്ടാക്കാൻ, തങ്ങൾക്ക് കാര്യലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഈ ഫോഴ്സിനെ ഉപയോഗിച്ചു എന്ന് പറയുന്നത് ദാറ്റ് ടു ഫോർ എ ടെററിസ്റ്റ് ആക്ട്. അൻവർ തന്നെ പറഞ്ഞില്ലേ, ദാവൂദ് ഇബ്രാഹിമിനെ അൻവർ പറയണ്ട. ഈ സെറ്റ് ഓഫ് ഫാക്ട്സ് നമ്മൾ നോക്കുമ്പോൾ എന്താണ്? മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഒരു ക്രൈം സിൻഡിക്കേറ്റ് പ്രവർത്തിക്കുന്നത്. അതിന് കള്ളക്കടത്തിലാണ്. സ്വപ്ന സുരേഷിനെ മധ്യസ്ഥനാക്കുമ്പോൾ അതെല്ലാവരും പറഞ്ഞതാണ്, പ്രതിപക്ഷം ആവശ്യപ്പെട്ടതാണ്. സംസ്ഥാനത്ത് ഒരു ക്രൈം സിൻഡിക്കേറ്റ് ഉണ്ട്. അതിന് മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെയുള്ള അതിന്റെ ഓഫീസിന്റെ നിയന്ത്രണത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ചുക്കാൻ പിടിക്കുന്നു എന്നുള്ളത് സ്ഫോടനാത്മകമായ ഒരു ആരോപണമാണ്. അത് ഉന്നയിച്ചിരിക്കുന്നത് CPM MLA തന്നെയാണെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസക്തി. പ്രതിപക്ഷമല്ല, മാധ്യമങ്ങളല്ല, മറ്റാരുമല്ല, CPM MLA തന്നെ ഓഡിയോ ക്ലിപ്പുകളുടെ അടക്കം സഹായത്തോടെ, ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ തുറന്നു പറച്ചിലുകളുടെ സഹായത്തോടു കൂടി സംസ്ഥാനത്ത് ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റ് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന അതിഗുരുതരമായ ഒരു വാർത്ത ഇപ്പോൾ പ്രേക്ഷകർ അറിയുകയാണ്. ശ്രീ ജയരാജ്, ഈ ക്രിമിനൽ സിൻഡിക്കേറ്റിന്റെ കാര്യം മാത്രമല്ല, നോക്കൂ, ഇടതുമുന്നണിയുടെ സമീപകാലത്ത് ഏറ്റവും വലിയ പൊളിറ്റിക്കൽ സെറ്റ്ബാക്ക് തൃശ്ശൂരിലെ പരാജയമായിരുന്നു. തൃശ്ശൂരിൽ ഈ MR അജിത് കുമാർ ഇടപെട്ട് BJPക്ക് വേണ്ടി തൃശ്ശൂർ പൂരം കലക്കി കൊടുത്തു എന്ന ആരോപണം ഇതേ അൻവർ ഉന്നയിച്ചതാണ്. ACP അങ്കിത് അശോക് ഈ MR അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം പൂരം കലക്കിയെന്നും അതുവഴി BJPക്ക് ആനുകൂല്യം ഉണ്ടാക്കി കൊടുത്തുവെന്നും സ്വന്തം പക്ഷത്തെ ഒരു MLA പറയുമ്പോൾ രാഷ്ട്രീയമായി കൂടി അത് പരിശോധിക്കണ്ടേ? അപ്പോൾ സംസ്ഥാനത്തൊരു പോലീസിനെ വെച്ചിട്ട് അത് ഇതര രാഷ്ട്രീയ കക്ഷികൾക്ക് ലാഭമുണ്ടാക്കാനുള്ള ഏർപ്പാടായി മാറിപ്പോയെങ്കിൽ CPM അത് പരിശോധിക്കണ്ടേ? CPMന് അത് പരിശോധിക്കാനുള്ള ആരോഗ്യമൊന്നും ഇപ്പോൾ ഇല്ലേ? തീർച്ചയായിട്ടും CPM പരിശോധിക്കേണ്ടതാണ്. പോലീസ് വകുപ്പിൽ മാത്രമല്ല,
പോലീസ് വകുപ്പിൽ മാത്രമല്ല ഇത്ര വിഷയങ്ങളുള്ളത്. പല സർക്കാർ വകുപ്പുകളിലും ഉദ്യോഗസ്ഥന്മാർ സർക്കാരിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പല കാര്യങ്ങളിലും വാർത്തകൾ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുന്നത് ഉൾപ്പെടെ പല കാര്യങ്ങളും നമ്മൾക്ക് നേരത്തെ അറിയാവുന്ന കാര്യങ്ങളാണ്. കാര്യം എല്ലാ ആളുകളും ഒന്നും ഇടതുപക്ഷ അനുകൂലികളൊന്നും ആയിരിക്കത്തില്ല എല്ലാ സ്ഥാപനങ്ങളിലും. പോലീസിലും അങ്ങനെ തന്നെയാണ്. പോലീസ് അസോസിയേഷൻ തന്നെ ഇങ്ങനെ അഭിപ്രായത്തിനനുസരിച്ച് ഓരോ സർക്കാരുകൾ മാറി മാറി വരുന്നതനുസരിച്ച് അവരുടെ കളർ ചേഞ്ച് ചെയ്യുന്ന അതുണ്ടാവും. പക്ഷെ ഇവിടെ മുഖ്യമന്ത്രി എല്ലാ കാര്യങ്ങളും വിശ്വസിച്ചേൽപ്പിച്ച DGPയുടെ മുകളിൽ അധികാരമുള്ള സൂപ്പർ പോലീസാണ്, സൂപ്പർ കോപ്പാണ്. സൂപ്പർ പോലീസായ അജിത് കുമാറിനെ കുറിച്ചാണ്, അജിത് കുമാറിന്റെ സുരേഷ് ഗോപിയുമായിട്ടുള്ള ഒരു സംഭാഷണം അൻവർ കോട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ. ഒരു കൂട്ടര് പരാതിയുമായി വന്നപ്പോ അവര് കമ്മികളാണ് സാറേ എന്ന് സുരേഷ് ഗോപിയോട് പറഞ്ഞ കഥ. ഒരു സുരേഷ് ഗോപിയുടെ വിജയം, പിന്നെ തൃശ്ശൂരിലെ വിജയം പൂരം കലങ്ങിയത് കൊണ്ടൊന്നും അല്ലെന്ന് എല്ലാവർക്കും അറിയാം. അവിടെ TN പ്രതാപന്റെ വോട്ട് 78,000 വോട്ട് എവിടെയാണ് പോയത്? അതാണ് സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ പൂരം കലക്കി, പൂരം മഹാകാര്യമാണ് പൂരം എന്ന് പറയുന്നത്. പിന്നെ സാംസ്കാരിക തലസ്ഥാനം എന്നൊക്കെ അറിയപ്പെടുന്ന ഈ തൃശ്ശൂര് ഇങ്ങനെ BJPയുടെ സ്ഥാനാർത്ഥിയൊന്നും ഒരിക്കലും ജയിപ്പിക്കത്തില്ലല്ലോ. അപ്പൊ അതൊക്കെ വെറും ബാലിശമായ ആരോപണങ്ങളാണ്. അങ്ങനെ ഒരാൾ ശ്രമിച്ച് എല്ലാ ഉത്സവങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, പോലീസ് ഇടപെടാറുണ്ട്. അതുകൊണ്ടൊന്നും അവിടുത്തെ ജനങ്ങളെല്ലാം ഒറ്റയടിച്ച് ഇടതുപക്ഷത്തിനെതിരെ പ്രവർത്തിക്കണം എന്നൊന്നുമില്ല. അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിക്കുകയാണെങ്കിൽ കോൺഗ്രസിനെതിരെ ഉത്സവം കലങ്ങി അല്ലെങ്കിൽ പൂരം കലങ്ങി എന്നുള്ള കാര്യം ഒരു വലിയ കാര്യമായിട്ടൊന്നും പറയണമെന്ന് കാര്യമൊന്നുമില്ല. അതിനകത്ത് സ്ഥിരമായി അടിയൊഴുക്കുകൾ നടന്നിട്ടുണ്ട്. കോൺഗ്രസ് വോട്ട് മറിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. വോട്ടുകൾക്ക് പലയിടത്തും കഴിഞ്ഞ തവണ ഇടത് മുന്നണിക്ക് ലഭിച്ച വോട്ടുകൾ എല്ലാ മണ്ഡലങ്ങളിലും ഇത്തവണ കിട്ടിയോ? വോട്ടുകളുടെ കാര്യത്തിൽ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവും. ജനങ്ങൾ അല്ലേ വോട്ട് ചെയ്യുന്നത്, അല്ലാതെ എല്ലാം പാർട്ടികളുടെ പാനൽ വോട്ടുകളല്ലോ. CPM-ന് 4.5 ലക്ഷം വോട്ട് കിട്ടിയെന്നുള്ളതിന്റെ അർത്ഥം 4.5 ലക്ഷം CPM അവിടെ ഉണ്ടെന്നല്ലോ. ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത്. അതിൽ പൂരം കലങ്ങിയതിൽ വിഷമമുള്ള ആളുകളുണ്ടാവും, അല്ലാത്തവരുണ്ടാവും, പലരും ഉണ്ടാവും. ഇവിടെ ഇപ്പോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മനഃപൂർവ്വം ഒരു കേരളത്തെ സംബന്ധിച്ച ഒരു പ്രധാനപ്പെട്ട ഉത്സവം അലങ്കോലപ്പെടുത്തി എന്ന ആരോപണം ഉയരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. ഇതിനകത്ത് ഇത്തരം വികാരങ്ങൾ പെറിഫറലാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാമ്പസിൽ ഒരു സെലിബ്രേഷൻ നടക്കുമ്പം ക്യാമ്പസിനകത്ത് പോലീസ് കയറി അല്ലെങ്കിൽ പോലീസ് കുട്ടികളെ മർദ്ദിച്ചു കഴിഞ്ഞാൽ ക്യാമ്പസിൽ പോലീസിൽ കയറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വികാരം മുതലെടുക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഒരു ഉത്സവ സ്ഥലത്ത് പോലീസിന്റെ ഇടപെടൽ. ഉത്സവം എന്ന് പറയുന്ന ഒരു കൾച്ചറൽ സെലിബ്രേഷൻ ആണല്ലോ. എല്ലാ മതവിഭാഗത്തിലുള്ള ആളുകളും പങ്കെടുക്കുന്ന. പറഞ്ഞോളൂ. അവരുടെ കണക്ഷന് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും വളരെ ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങൾ, ഗുരുതര സ്വഭാവത്തിലുള്ള ആക്ഷേപങ്ങൾ കേരള പോലീസിനെതിരെ PV അൻവർ MLA ഉന്നയിച്ചിരിക്കുകയാണ്. ADGP MR അജിത് കുമാർ സ്വർണ്ണ കള്ളക്കടത്ത് സംഘത്തിന്റെ അധ്യക്ഷനാണ് എന്നുള്ളതാണ് ഭരണകക്ഷി MLA പറയുന്നത്. അതിനുവേണ്ടി കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് ആരോപിക്കുന്നത്. സംസ്ഥാനത്തെ മന്ത്രിമാർ അടക്കമുള്ള സകലരുടെയും ഫോണുകൾ ചോർത്തുകയാണ്. P ശശി ഈ കാര്യത്തിൽ MR അജിത് കുമാറിനെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെടുന്നു എന്ന് പറയുകയാണ്. സംസ്ഥാനത്തിന്റെ പോലീസ് ഭരണം ഈ നിലയിലാണ്. സംസ്ഥാനത്തിന്റെ പോലീസ് ഭരണത്തിന് സമാന്തരമായ ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റ് ഉണ്ടെന്ന് ഭരണകക്ഷി MLA പറഞ്ഞ സ്ഫോടനാത്മകമായ പകലിലാണ് നമ്മൾ നിൽക്കുന്നത്.